ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ലോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അടി അമർത്തിയിട്ടുള്ള ഒരു ലോക്കാണ്. പലപ്പോഴും നാം ചെയ്യുന്നത്, ഇപ്പോൾ ഒരു അടി വരികയാണെങ്കിൽ അടി ബ്ലോക്ക് ചെയ്തതിന് ശേഷമുള്ള ലോക്കാണെങ്കിൽ, ഇന്നത്തേതാണെങ്കിൽ ഈ അടി വരുമ്പോഴത്തേക്കും അടി അമർത്തിയതിന് ശേഷമുള്ള ലോക്കാണ്. മാത്രമല്ല, സാധാരണ പലപ്പോഴും നാം ലോക്ക് ഇടുമ്പോഴത്തേക്കും ലോക്ക് ഇട്ടതിന് ശേഷം കാല് എതിരാളിയുടെ പിന്നിലേക്കാണ് നാം വയ്ക്കാറുള്ളത്. കാല് പിന്നിലേക്ക് വയ്ക്കുമ്പോൾ, അതായത് എതിരാളിയുടെ നേരെ പിന്നിലേക്ക് കാല് വയ്ക്കുമ്പോൾ ലോക്ക് കടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ലോക്ക് കൂടുതലായിട്ട് മുറുകുന്നതായിട്ട് കാണാം. ഇന്നത്തെ ലോക്കിൻ്റെ പ്രത്യേകത, ഈ ലോക്ക് നാം ഇട്ട് കഴിഞ്ഞാൽ കാല് എതിരാളിയുടെ മുന്നിലാണ് വയ്ക്കുന്നത്, എന്നാലേ ലോക്ക് കൂടുതൽ കടുക്കുകയുള്ളൂ. വീണ്ടും ഒരു സവിശേഷതയുണ്ട്, ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ കാല് മാറാനോ കൈ മാറാനോ ഒന്നും കഴിയില്ല. പല ലോക്കുകളും കടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ലോക്ക് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ ഊരാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്, കൈ മൊത്തത്തിൽ ഒടിഞ്ഞു പോകും. നമുക്ക് ഈ ലോക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എതിരാളി അടിക്കുന്നു, ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ ഒഴിഞ്ഞു മാറുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഫ്ലോയിൽ ഈ കൈ ഉയർത്തിയെന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ വലത് കൈ കൊണ്ട് എതിരാളിയുടെ കയ്യിലാണ് പിടിക്കാനുള്ളത്. എതിരാളിയുടെ കയ്യിൽ പിടിക്കണം. ഈ എതിരാളിയുടെ കയ്യിൽ പിടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വലത് കൈയിലേക്ക് ഇത് പിടിമുറുക്കണം. ഈ പിടി മുറുക്കി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ കാല് എതിരാളിയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നോട് ഓർത്തിരിക്കുക. അല്പം കൂടെ ഒന്ന് ചരിച്ച് പിടിക്കുകയും കമട്ടുകയും ചെയ്യുന്നില്ല. ഈ ലോക്ക് അതികഠിനമായിരിക്കും. ഈ ലോക്ക് ഇപ്പോൾ നിലത്ത് ഇടാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. അഥവാ നിലത്തിടാൻ പറ്റിയില്ല എങ്കിൽ പോലും എതിരാളിക്ക് ഒരു ചുവട് പോലും മുന്നിലോട്ടോ പിന്നിലോട്ടോ വയ്ക്കാൻ കഴിയില്ല. കാരണം ഇവിടെ സാധാരണയായിട്ട് നമുക്ക് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും കാലുകൾക്ക് ചുവട് മാറാം, അല്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് ചരിഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് സാധാരണ ചെയ്യുന്നത് ലോക്കുകൾ. ഇവിടെ അത് സാധ്യമല്ല. കാരണം ഇതാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിയുന്നു എന്ന് കരുതുക. ഒന്ന് ചരിഞ്ഞു നോക്കുക. ഇപ്പോൾ ഈ കൈ, എൻ്റെ ഇടത്തെ കൈ ഒന്ന് തിരിക്കാം, നല്ല രീതിയിൽ ലോക്ക് എടുക്കും. ഇനി മറ്റേതെങ്കിലും രീതിയിൽ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു നോക്കുക. അപ്പോഴത്തേക്കും എൻ്റെ ഈ വലത്തെ കൈ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വലിച്ചാൽ മതി. ഇത് നേരെ ഷോൾഡർ ഒടിക്കുന്നതിന് കാരണം. അപ്പോൾ ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത്, എതിരാളി ഇടത്തേക്ക് തിരിഞ്ഞാലും വലത്തേക്ക് തിരിഞ്ഞാലും എൻ്റെ ഇടത് വലത് കൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പ്രഷർ കൊടുക്കുന്നത് വഴി എല്ലാ രീതിയിലുള്ള രക്ഷപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, കാലുകളുടേതായിട്ടുള്ള ചുവട് മാറ്റം. കാലിപ്പോൾ മാറ്റുന്നു എന്ന് കരുതുക. ഇപ്പോൾ കാലിന്ന് ഏതെങ്കിലും ഒരു കാലൊന്നും ഈ കാലിപ്പോൾ മാറ്റുന്നു, എൻ്റെ കാലിൽ തടയടിക്കാൻ ശ്രമിക്കുന്നു കരുതുക. എങ്കിലും എനിക്കിത് വളരെ സിമ്പിളായിട്ട് ഈ കൈ ഒന്ന് വലിച്ചാൽ മതി. ഇത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്, ഇത് എത്രത്തോളം കഠിനമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക.